എന്റെ പേര് ബാബു ജോൺ. ഞാൻ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ബൈക്കാണിത്. ബൈക്കല്ല, ട്രൈക്ക്. ട്രൈക്ക് മീൻസ് 3 വീലുള്ള ബൈക്കിനെയാണ് ട്രൈക്ക് എന്ന് പറയുന്നത്. ഓടിക്കുന്ന ആളെ ട്രൈക്കർ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ ഇത് ഫസ്റ്റാണ്. ഒരേ ഒരു വണ്ടിയേ ഉള്ളൂ. ഞാൻ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതിനിവിടെ പ്രത്യേക രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇത് ബൈക്കിന്റെ കാറ്റഗറിയിലാണ്, ട്രൈക്കിന്റെ കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇല്ലാത്തൊരു കാറ്റഗറി ആയതുകൊണ്ട് അതിന് സ്പെഷ്യൽ പെർമിഷൻ എനിക്ക് 1 വർഷം എടുത്ത് RC ബുക്ക് കിട്ടാൻ 11 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് ബൈക്കിന്ന് രജിസ്റ്റർ ചെയ്ത് ഞാൻ ഹെൽമെറ്റ് വെക്കണം. ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കണം. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റ് വെക്കണം. നിയമപ്രകാരം 3 വീലുള്ള ഒരു വണ്ടിക്ക് ഹെൽമെറ്റ് ഇല്ല. ഇരുചക്രവാഹനമല്ല ഹെൽമെറ്റ്. ചേട്ടൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഹെൽമെറ്റ് വെക്കാറുണ്ട്. 100%. ഇത്രയും വലിയ വണ്ടി കണ്ടിട്ട് നമ്മുടെ ജീവിതം അടിച്ചു പോയാൽ ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് അതുള്ളത്? ഇതിലെല്ലാം ഉണ്ട്. ABS ഉണ്ട്, ആന്റി ബ്രേക്ക് സിസ്റ്റം ഉണ്ട്, പിന്നെ വണ്ടി സൈഡിൽ ചരിയുന്നതിനെ കുറിച്ച് എല്ലാം ഉണ്ട്. എല്ലാ ഫീച്ചറും ഉണ്ട്. 1800 cc 6 സിലിണ്ടറാണ്. എന്താ ഇതിന്റെ വില? 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ. ഞെട്ടി, വില കേട്ടപ്പോ ഞെട്ടി. ചേട്ടന്റെ സ്ഥലം എവിടെ? ഞാനിവിടെ മറൈൻ കമ്പനി ഹോണ്ട. അതിൽ ഗോൾഡ് വിങ്ങിന്റെ അപ്പ് ട്രൈക്ക്. ഗോൾഡ് വിങ് എന്ന് പറഞ്ഞ 2 വീൽ. ഞാൻ അമേരിക്കയെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. അങ്ങനെയാണ് ട്രൈക്ക്. അത് അമേരിക്കയിലാണെങ്കിൽ മോഡിഫിക്കേഷൻ അല്ലാതെ വരുന്നത്. അവിടുന്ന് കൊണ്ടുവന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇന്റർനാഷണൽ ഓർഗനൈസ്ഡ് കൺട്രി. അപ്പൊ ഇത് ടോട്ടൽ ഇവിടെ കൊണ്ടുവന്ന് ഇത്ര ഇത് രജിസ്റ്റർ ചെയ്ത് റോഡിൽ ഇറക്കാൻ എത്ര ലക്ഷം രൂപ? 1 കോടി രൂപയായി. കേസായി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇറക്കിയതാണ്. കസ്റ്റംസ് പിടിച്ചു വെച്ച് 42 ലക്ഷം രൂപ അടക്കാൻ. പിന്നെ അത് കേസ് കൊടുത്ത് വഴക്കും വയ്യാവലിയും ഒക്കെ കഴിഞ്ഞൊക്കെ ഇറക്കിയത്. 16 മാസം കസ്റ്റംസ് ഇത് പിടിച്ചു വെച്ചു. 16 മാസം ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? അല്ല, അത് 42 ലക്ഷം രൂപ അടച്ചാൽ തരത്തുള്ളൂ. അത് പിന്നെ കേസിന് പോയി അതെങ്ങനെ? ഇവിടുത്തെ കോടതി തള്ളി ബാംഗ്ലൂർ അപ്പർട്ട് കോടതി പോയിട്ടൊക്കെയാണ് നമ്മളിത് റിലീസ് ചെയ്തത്. നമുക്കൊരു വാശി, ജീവിതത്തിലൊരു വാശിയൊക്കെ മൈലേജ് ഒരു 7-8 ഒക്കെ ഉള്ളൂ. പെട്രോൾ തന്നെയല്ലേ? 1800 cc 6 സിലിണ്ടറല്ലേ. പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ കുടിക്കുക. ആനയെ വളർത്താൻ വന്നൊരു ആഗ്രഹമല്ലേ. അത് തീറ്റയൊന്നും നോക്കത്തില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ സന്തോഷ ജീവിതത്തിൽ.